ബ്രഹ്മയുഗത്തിലൂടെ കുഞ്ചമൻ പോറ്റി എന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം പ്രേക്ഷകരിലേക്ക് എത്താൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. മമ്മൂട്ടിയെ നായകനാക്കി രാഹുൽ സദാശിവനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ചിത്രത്തിന് അനുവദിച്ച സെൻസർ സർട്ടിഫിക്കറ്റ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി റിലീസാവാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് ഈ ഒരു തിരിച്ചടി. ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രമായ കുഞ്ചമൻ പോറ്റി അഥവാ പുഞ്ചമൻ പോറ്റി എന്നത് തങ്ങളുടെ കുടുംബ പേരും സ്ഥാനപ്പേരുമാണെന്നും സിനിമയിൽ ദുർമന്ത്രവാദങ്ങളും മറ്റും ചെയ്യുന്നതായി കാണിക്കുന്നത് കുടുംബത്തിന്റെ സൽപ്പേരിനെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടി കോട്ടയം ജില്ലയിലെ കുഞ്ചമൻ ഇല്ലക്കാരാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഹർജിയിൽ കോടതി ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. മമ്മൂട്ടിയെ പോലൊരു നടൻ അഭിനയിക്കുന്ന ചിത്രം ഒരുപാട് പേരെ സ്വാധീനിക്കുമെന്നും ചിത്രത്തിൽ സംവിധായകനോ അണിയറ പ്രവർത്തകരോ ഇത് സംബന്ധിച്ച് തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നും കുടുംബം പറയുന്നു. ചിത്രം കുടുംബത്തെ മനഃപൂർവ്വം താറടിക്കുമോ എന്നും സമൂഹത്തിന് മുൻപാകെ മാനം കെടുത്തുമോ എന്നും ഭയപ്പെടുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ട പേരും പരാമർശങ്ങളും ചിത്രത്തിൽ നിന്ന് ണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ കുഞ്ചമൻ ഇല്ലക്കാരെ കുറിച്ച് പറയുന്നുണ്ടെന്നും തങ്ങൾ പാരമ്പര്യമായി മന്ത്രവാദം ചെയ്യുന്നവരാണെന്നുമാണ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ബ്രഹ്മയുഗം ചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് ഐതിഹ്യമാലയിൽ നിന്ന് എടുത്തിട്ടുള്ള തങ്ങളുടെ കഥയാണ് എന്നാണ്. ഈ കഥയിലെ നായകനായ കുഞ്ചമൻ പോറ്റി എന്ന് വിളിക്കുന്ന കഥാപാത്രം ദുർമന്ത്രവാദങ്ങളും മറ്റും ചെയ്യുന്ന വ്യക്തിയാണ്. ഇത് കുടുംബത്തിനു സമൂഹത്തിന് മുന്നിൽ ചീത്തപ്പേര് വരുത്തിവെക്കുമെന്നാണ് ഹർജിക്കാരുടെ വാദം. ഫെബ്രുവരി 15-ന് 30 അടുത്ത് രാജ്യങ്ങളിലാണ് ചിത്രം വേൾഡ് വൈഡ് റിലീസിനെത്തുന്നത്. സിനിമ റിലീസ് ചെയ്യാൻ ഇനി 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇത്തരത്തിൽ സിനിമയെ തടഞ്ഞു നിർത്താനുള്ള യാതൊരുവിധ നിർദ്ദേശവും ഇതുവരെ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്ക് വേണ്ടി ആരൊക്കെ കാത്തിരിക്കുന്നു ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനോ ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.